ഇനി ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ എത്തുകയാണ്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന രാജ്യമാണ് ഇന്ത്യ. ആ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ ഇറങ്ങുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിൽ എന്ന തലക്കെട്ട് എഴുതിയതിന് പിന്നാലെയാണ് നിർമ്മല ബജറ്റുമായിട്ട് സഭയിലെത്തുന്നത്. 1992 നരസിംഹറാവു സർക്കാർ നേരിട്ടതുപോലെ ഒരു പ്രതിസന്ധിയിലേക്കാണ് രാജ്യം പോകുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വരെ ചൂണ്ടിക്കാട്ടുന്നത്. തിരഞ്ഞെടുപ്പുകളുടെ ഭാരമില്ലാത്തതിനാൽ സാമ്പത്തിക ക്രമം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 5 പ്രതിസന്ധികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ വന്നു നിൽക്കുന്നത്. 1. രൂപയുടെ മൂല്യം $1 86 മുകളിലായി നിൽക്കുകയാണ്. 2. ഓഹരി വിപണിയിൽ വ്യാപകമായി നടക്കുന്ന വിറ്റൊഴിക്കലാണെങ്കിൽ. 3. ഇന്ത്യക്ക് മേൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയാണ്. 4. രാജ്യാന്തര എണ്ണ വില കുറഞ്ഞപ്പോഴൊന്നും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് ശേഷം 10 വർഷമായിട്ടും ശ്രദ്ധേയമായ വൻകിട പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിസന്ധിയാണ് 5ാമത്തേത്. ഈ 5 പ്രശ്നങ്ങളെ മറികടക്കാൻ 2 സാധ്യതകളാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത്. 1. 1992 നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചതുപോലെ ഒരു സമ്പൂർണ്ണ മാറ്റത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കണം. 2. സാധാരണക്കാരുടെ എതിർപ്പ് തണുപ്പിക്കാൻ സൗജന്യങ്ങളും വാഗ്ദാനങ്ങളും നിറഞ്ഞ ഒരു ബജറ്റ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞാലും കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ധനമന്ത്രിക്ക് ഉറപ്പുണ്ട്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന് ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ പ്രതിസന്ധി തുറക്കുന്നത്. ശക്തമായ പ്രതിപക്ഷം നിലനിൽക്കുന്നതും നിർമ്മലയ്ക്ക് വെല്ലുവിളി തീർക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ ബജറ്റ് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ 11 വർഷവും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു വശത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. ഇതിനെല്ലാം അപ്പുറം ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഈ ബജറ്റുകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷമല്ല, ജനങ്ങളാണ്. അവരും ചോദിക്കുന്നുണ്ട് 2 കാര്യങ്ങൾ. 1. എവിടെ തൊഴിലെന്നും. 2. എവിടെ പണമെന്നും. തൊഴിലും കൈകളിലേക്ക് പണവും ആഗ്രഹിക്കുന്നവർക്ക് അതെത്തിക്കുക എന്ന ഹിമാലയൻ യജ്ഞമാണ് NDA സർക്കാരിന് ഇനി മുന്നിലുള്ളത്.